എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു മക്കളെ? ഏത് പാടാ പഠിച്ചേ? ഇടുക്കിയുടെ താജ്മഹൽ. ഏത് പാടാ പഠിച്ചത് മക്കളെ? ഇടുക്കിയുടെ താജ്മഹൽ. ഇടുക്കിയുടെ താജ്മഹൽ അല്ലെ? ആരൊക്കെയായിരുന്നു ആയിഷ അതിലെ കഥാപാത്രങ്ങള്? അഖിലും അമ്മുവും പിന്നെ അവരുടെ അച്ഛനും അമ്മയും. അഖിലും അമ്മുവും അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു അതിലെ കഥാപാത്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അഖിലും അമ്മുവും ഒക്കെ ആയിരുന്നു അതിലെ കഥാപാത്രങ്ങൾ. അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു അതിലെ കഥാപാത്രങ്ങൾ. അഖിലിന് എങ്ങോട്ട് പോകാനുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്? താജ്മഹൽ. താജ്മഹൽ കാണാൻ പോകാനുള്ള ആഗ്രഹമായിരുന്നു അഖിലിനെ ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് താജ്മഹലിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അച്ഛന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അങ്ങനെ അവസാനം അച്ഛൻ കൊണ്ടുപോകുകയാണ്. എവിടേക്ക്? ഇടുക്കി അണക്കെട്ട് കാണാൻ കൊണ്ടുപോകുകയാണ്. താജ്മഹൽ കാണാനുള്ള യാത്രയാണെന്ന് പറഞ്ഞ് അച്ഛൻ കൊണ്ടുപോകുന്നത് എവിടേക്കാ? ഇടുക്കി അണക്കെട്ട് കാണാനായിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ? അങ്ങനെയൊക്കെ അണക്കെട്ടിന്റെ ഭംഗി ആസ്വദിക്കുന്നതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ പറയുന്നത്. എന്റെ മക്കൾ അത് പാഠഭാഗം നന്നായി വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ചോദ്യോത്തരങ്ങൾ നോക്കാന്ന് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുസ്മേഷ് ചന്ദ്രോത്താണ് ഈ പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എഴുതിയിട്ടുള്ളത് അല്ലെ? ആരാണ്? സുസ്മേഷ് ചന്ദ്രോത്ത് അല്ലെ? അപ്പൊ അത് ഓർത്ത് വെക്കണം. ഇടുക്കിയുടെ താജ്മഹൽ ആരെഴുതി? അത് പഠിക്കാനുള്ള പാഠഭാഗം ആരുടെയാണ്? സുസ്മേഷ് ചന്ദ്രോത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ലേ? ഉറക്കെ വായിക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്താ? ഉറക്കെ വായിക്കാം. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ. ഇഷ്ടത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഒരു ഭാഗം പറയാം, എന്റെ കുട്ടികൾ നോക്കിയിരിക്കണം. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെപ്പോലെ. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെപ്പോലെ. എന്താ കാരണം? അമ്മയുടെ സ്നേഹവും വാത്സല്യവും കുട്ടികൾക്ക് അണക്കെട്ടിനെ പോലെ ചേർന്ന് കിട്ടി എന്നർത്ഥത്തിൽ. എന്താണ് അമ്മയുടെ സ്നേഹവും വാത്സല്യവും? എന്തിനെ പോലെ? അമ്മയെപ്പോലെ ചേർന്ന് കിട്ടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അണക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്നത് അമ്മയുടെ മാറോട് ചേരുന്ന പോലെ. അണക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അമ്മയുടെ മാറോട് മക്കള് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിനായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് മക്കളെ, യാത്രാനുഭവം. എന്താണ് യാത്രാനുഭവം? യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. നമ്മൾ യാത്രകളൊക്കെ പോവും ഇല്ലേ? നമ്മൾ പല ഇഷ്ടപ്പെട്ട ചിലര് വിനോദയാത്ര പോവും, അമ്പലങ്ങളിലേക്ക് യാത്ര പോവും, പല സ്ഥലങ്ങളിലേക്കും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകും. അങ്ങനെ പോയ യാത്രയിലെ ഒരു അനുഭവം കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്റെ മക്കൾ പോയ യാത്രയിലെ ഏതെങ്കിലും യാത്രയെ കുറിച്ച് എഴുതില്ലേ? എഴുതി. മൂന്നാമത്തത് വാക്കുകളുടെ ലോകം. പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം. കച്ചവടക്കാരുടെ സംഘം, കച്ചവട സംഘം. പദങ്ങൾ പിരിയുമ്പോഴും കൂടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ? ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട്. അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കൂ. എന്താ പറയുന്നത്? പിരിച്ചും ചേർത്തും എഴുതി വെക്കൂ. ഓക്കെ, പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം അല്ലെ? അതേപോലെ കച്ചവടക്കാരുടെ സംഘം, കച്ചവട സംഘം. അതുപോലെ നമുക്ക് പാഠഭാഗത്ത് വീണ്ടും വേനലവധി, വേനലിലെ അവധി. വേനൽ പൂട്ട്, വേനലിലെ പൂട്ട്. വിനോദയാത്ര, വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര. വിസ്മയ ശബ്ദം, വിസ്മയമായ ശബ്ദം. കരിമ്പാറ മലകൾക്കിടയിൽ, കരിമ്പാറ മലകളുടെ ഇടയിൽ. സർപ്പശിരസ്, സർപ്പത്തിന്റെ ശിരസ്. ഇതൊക്കെ തന്നെ പാഠഭാഗത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? പുഴകൾ, മലകൾ, പൂവനങ്ങൾ. എന്താ മക്കളെ? പുഴകൾ, മലകൾ, പൂവനങ്ങൾ. എന്താ അതിൽ പറയുന്നത്? ചുറ്റും ധാരാളം പച്ചമലകൾ, തലപൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം. ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലുടനീളമുണ്ട്. അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ. സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ. ഇതിലെ ധാരാളം
ഇതുപോലെ നല്ല കാഴ്ചകളുണ്ട്, അത് പാഠഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള കാഴ്ചകളെ ഇങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ഉദാഹരണങ്ങൾ പറയാം. പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാത, പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നത്. ഒരു ഉദാഹരണമാണ്. പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാത, പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നത്. 2, കരിമ്പാറമലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. അടുത്തത്, അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീലജലം. മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ, മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ. അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു. അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, പേരും പ്രവൃത്തിയും. എന്താണ് പേരും പ്രവൃത്തിയും? രാജൻ വളരെ നേരം ആലോചിച്ചു. വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും. അമ്മ പുഞ്ചിരി തൂകുന്നു. പേരും പ്രവൃത്തിയും തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ ഇതിലെ പേരും പ്രവൃത്തിയും തമ്മിൽ തിരിച്ചറിഞ്ഞിട്ട് പറയാനാണ്. പേരെന്താണ്, പ്രവൃത്തി എന്താണ് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ഇതിലെ പേര് വരുന്നത്? അമ്മ, ഇടുക്കി, അകിൽ, അമ്മു, തെങ്ങ്, ഇതൊക്കെ പേരുകളിലെ പെടും. പ്രവൃത്തി എന്തൊക്കെയായിട്ട് വരും മക്കളെ? ചിരിച്ചു, വിളിച്ചു, സമ്പാദിച്ചു, പറഞ്ഞു, പോകുന്നു. അതൊക്കെ ഒരു പ്രവൃത്തിയായിട്ടാണ് വരുന്നത്. അപ്പൊ പേരും പ്രവൃത്തിയും തിരിച്ചറിഞ്ഞ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം, പാഠഭാഗം വായിച്ച് തോഴെക്കുറിച്ച് പദസൂര്യം പൂർത്തീകരിക്കുക. അതായത് ഈ പേരും പ്രവൃത്തിയുടെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ പേരും പ്രവൃത്തിയും തന്നെയാണ്. അതിലെ പദസൂര്യം പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതിലെ പേര് കൊടുത്തിട്ടുണ്ട്. രാജൻ, അതാരാ? അച്ഛന്റെ പേര് അല്ലെ. പിന്നെ നമ്മൾ പൂർത്തിയാക്കി ഏതൊക്കെയാണ്? അമ്മ, ഇടുക്കി, അകിൽ, തെങ്ങ്, അമ്മു, ഇതൊക്കെ വായിച്ചു. പ്രവൃത്തി നമ്മൾ എന്തൊക്കെയാ പഠിച്ച മക്കളെ? കളിച്ചു, പോകുന്നു, പറഞ്ഞു, ചോദിച്ചു, വിളിച്ചു, നടന്നു, അടുത്ത് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പേരും പ്രവൃത്തിയും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അപ്പൊ പദസൂരി നമ്മൾ പൂർത്തിയാക്കി. എന്താണ്? പേരും പ്രവൃത്തിയുടെ പദസൂരി നമ്മൾ പൂർത്തിയാക്കിയത്. എന്തായാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരും. അപ്പൊ എൻ്റെ കുട്ടികള് മറക്കരുത് പേരും പ്രവൃത്തിയും അല്ലെ. പേര് മറക്കരുത്. നമ്മൾ ആരൊക്കെ പേര്? അച്ഛന്റെ പേര് പഠിച്ചു, രാജൻ, അമ്മ, പിന്നെ ആരാ? അഖിലെ, അമ്മു, തെങ്ങ്, ഇതൊക്കെ പേര്. പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രവൃത്തികൾ. എന്തൊക്കെ ചെയ്ത് കളിച്ചു, ചിരിച്ചു, നടന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ അടുത്ത ചോദ്യം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഈ ചൊല്ലിന്റെ ആശയം എന്താണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല. ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത്. നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ? മാതാപിതാക്കളോടൊപ്പം അവിടം സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ. നോട്ട് പുസ്തകത്തിൽ എഴുതൂ. എന്താ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്താ അർത്ഥാക്കുന്നത്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് എന്താ ഇത് മനസ്സിലായത്? മുറ്റത്തെ മുല്ല, അതായത് അഖിലിന് എവിടേക്ക് പോകാനായിരുന്നു ആഗ്രഹം? താജ്മഹൽ കാണാൻ അല്ലെ. താജ്മഹൽ കാണാൻ പോകാനായിരുന്നു. ഇത്രയും അടുത്ത് കിടക്കുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ഭംഗി ആസ്വദിക്കാൻ അവർക്ക് അതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. നമ്മുടെ അടുത്ത് കിടക്കുന്നതിനെ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാഴ്ചകൾ. അകലെയുള്ളതിനെ തേടി നമ്മൾ പോകും. നമ്മുടെ അടുത്ത് കിടക്കുന്ന സുന്ദരമായ പ്രദേശങ്ങളും സുന്ദരമായ കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ഇതിലെ പറയുന്നത്. അടുത്ത ചോദ്യം, കാശ്മീർ കാഴ്ചകൾ. കാശ്മീർ കാഴ്ചകൾ എന്താ പറയുന്നത്? മഞ്ഞിൻ തൊപ്പിയിട്ട, മരത്തിന്റെ പച്ചയുടുപ്പിട്ട, അരുവി കൊണ്ടരഞ്ഞാണമിട്ട, പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരേ, നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ. എന്താ പറയുന്ന മക്കളെ? മഞ്ഞിൻ തൊപ്പിയിട്ട, മരത്തിന്റെ പച്ചയുടുപ്പിട്ട, അരുവി കൊണ്ടരഞ്ഞാണമിട്ട, പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ. എന്തുകൊണ്ടാണ് അരഞ്ഞാണുള്ളത്? അരുവി കൊണ്ട് അരഞ്ഞാണമിട്ട, പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ, നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ. ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത്. ഈ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ? കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം? കണ്ടില്ലേ മക്കളെ? കാശ്മീരിന്റെ ചിത്രന്റെ മക്കള് കണ്ടില്ലേ? ഈ ചിത്രത്തിലെ കാണുന്നില്ലേ? കാശ്മീർ ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാന്നാണ് ചോദിക്കുന്നത്. ആ കാശ്മീരിന്റെ സൗന്ദര്യം കണ്ടില്ലേ?
പൂക്കളും അരുവിയും പച്ചമരങ്ങളും നിറഞ്ഞ് മഞ്ഞു മൂടി കിടക്കുന്ന കാശ്മീരിന്റെ സൗന്ദര്യമാണ് അതിന് ഉമ്മ വെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്. എന്തൊക്കെയാ? പൂക്കള്, അരുവി, പച്ചമരങ്ങളൊക്കെ നിറഞ്ഞ് മഞ്ഞു മൂടി കിടക്കുന്ന കാശ്മീരിന്റെ സൗന്ദര്യമാണ് കുട്ടിക്ക് കാശ്മീരിന് ഉമ്മ വെക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതുപോലെ ഇടുക്കിയിലെ താജ്മഹൽ പ്രകൃതി സൗന്ദര്യം നമുക്ക് ഒരുപാട് കാട്ടിത്തരുന്നുണ്ട് സുസ്മിത ഇല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എൻ്റെ മക്കൾ നന്നായി വായിച്ചു, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക. അപ്പൊ നമ്മൾ ഈ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു പാഠമായിട്ട് നമുക്ക് കാണാം. നല്ല മക്കളായിരുന്നു പഠിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരി, അടുത്ത